സുഹൃത്തുക്കളെ 2025 നീറ്റിന്റെ മാറ്റം അനുസരിച്ച് ഇന്നലെ റിസൾട്ട് വന്നു. ആദ്യം തന്നെ പറയാനുള്ള ഒരു വളരെ നന്ദിയാണ്. കാര്യം സൈലത്തിന്റെ റിസൾട്ട് നിങ്ങൾ ഏറ്റെടുത്ത് അത്രയധികം MBBS ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, 580 590 സ്കോർ ചെയ്ത 100+ ആളുകൾ ഇന്നലെ തന്നെ ഇവിടെ വന്ന് അവാർഡൊക്കെ വാങ്ങിപ്പോയി. സാർ അത് മാത്രമല്ല, ഇന്നത്തെ പത്രത്തിലെയൊക്കെ റിസൾട്ട് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ് വിളിക്കുകയാണ്. കാര്യം അതിനകത്തൊരു സംശയവും വേണ്ട. കാര്യം സാർ 5 ഇയർ കൊണ്ടൊരു പ്ലാറ്റ്ഫോം ഇതുവരെ ഇങ്ങനെ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതാണ് സൈലത്തിന്റെ വിജയം എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇന്ന് മാത്രം സാർ 500+ ആളുകൾ ഫിനിക്സ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോ ഇന്ന് മാത്രം ആസ് ഓഫ് നൗ എന്താണ് അത്രയും പേരാണ് ഫിനിക്സ് ബാച്ചിലേക്ക് അഡ്മിഷൻ. ഫസ്റ്റ് ബാച്ച് ആണ്. നമുക്ക് 18-ാം തീയതി വരെ ഫസ്റ്റ് ബാച്ച് ഓപ്പൺ ആണ്. 20-ാം തീയതി നമ്മൾ ക്ലാസ് തുടങ്ങുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതെ, അതിന്റെ ഡീറ്റെയിൽസ് ആ റിപ്പീറ്റർ ബാച്ചിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. 2026 നീറ്റ് നമ്മൾ 25-ൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ച് എന്തൊക്കെയാണ് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തുവെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ സാർ ആദ്യം പറയാൻ പോകുന്ന കാര്യമാണ് ഡിസ്ക്രിപ്റ്റീവ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എക്സാം ഫോർ ദ ഫസ്റ്റ് ടൈം ആണ്. കാര്യം നമ്മള് അഡ്വാൻസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം സാർ അഡ്വാൻസ് ബാച്ചസിൽ വേണ്ട ഒരു കാര്യം. അതേ കാര്യം നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി പോകും. സാറിന് തന്നെ അറിയാലോ, നമുക്ക് ഒരുമിച്ച് അറിയാവുന്ന കാര്യമാണ് ഫിസിക്സിൽ ഇത്തവണ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പം അത്രയും ലെങ്തി പ്രോബ്ലംസ് ഒരിക്കലും അപ്പൊ എവിടെയാണ് ഇവർക്ക് മിസ്സാകുന്ന ലിങ്ക് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അതാണ് അത് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആകുമ്പോഴത്തേക്കും കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നീറ്റിന് വരുന്നത്. അപ്പൊ MCQ എഴുതുന്ന സമയത്ത് ഇവർ പലരും ഓപ്ഷനിലേക്ക് പലരും എത്തുകയും പല രീതിയിൽ എത്തുകയും അല്ലെ ഓർത്തെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇതിനെ ബ്രേക്ക് ചെയ്യണം. ഇതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരുടെ കോൺസെപ്ച്വൽ എറർ എവിടെയാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമുക്കും അത് മനസ്സിലാക്കി ഇവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആവശ്യമാണ്. പക്ഷേ എല്ലാ ക്വസ്റ്റനും ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് വർക്ക് ആവില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എക്സാംസ് നമ്മൾ വീക്കിലി നടത്താൻ വേണ്ടി പോവാണ്. അതായത് ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഹൈ ലെവൽ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഇവർ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഓപ്ഷൻ എഴുതണം. ഫസ്റ്റ് എഴുതുന്നു, എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു, അതിന്റെ കോൺസെപ്റ്റ് എങ്ങനെ അതിൽ ഉത്തരത്തിലേക്ക് എഴുതിയെന്ന് കൃത്യമായി അവർ എഴുതണം. ആൻസറിലേക്ക് ഡയറക്റ്റ് ചാട്ടല്ല, പറ്റൂല. അതായത് ബോർഡ് എക്സാമിന് എഴുതുന്ന പോലെയല്ല, ഇത് എൻട്രൻസ് എക്സാം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ അവർക്ക് എന്ത് വേണം, NCERT കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണം. അത് വെച്ച് അവർ എഴുതി അവർക്ക് ചിലപ്പോൾ സ്റ്റക്ക് വരും. അത് നമുക്ക് ടീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ എന്ത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി കൊണ്ടാണ് അവർക്ക് അവിടെ പരാജയം പറ്റിയത്, എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എക്സാംസ് എന്ന് പറയുന്നത്, കെമിസ്ട്രിയിൽ മെയിൻലി ഈ പറയുന്ന ഓർഗാനിക് ആയിക്കോട്ടെ, ഈ പറയുന്ന നിങ്ങളുടെ ഫിസിക്കൽ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ന്യൂമറിക്കൽ ചെയ്ത് വരുമ്പോൾ സ്റ്റക്ക് ആവുന്നത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഓവറോൾ മാർക്ക് മാത്രം നമുക്ക് കൊണ്ട് കാര്യമില്ല. കാര്യം ഓവറോൾ മാർക്ക് നിങ്ങൾ ചിലപ്പോൾ മോഡൽ എക്സാമിന് ഓവറോൾ മാർക്ക് കൂടാൻ വേണ്ടി നിങ്ങൾ ചില സബ്ജക്ട് നന്നായി പെർഫോം ചെയ്യും, ചിലത് പെർഫോം ചെയ്യില്ല. കോൺസെപ്ച്വൽ നിങ്ങളുടെ എറർ ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേ വഴിയുള്ളൂ. അതായത് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവിൽ. അതായത് സാർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഇത്തവണത്തെ നമ്മുടെ സർഫസ് ടെൻഷനിലെ ക്വസ്റ്റ്യനുകൾ, അതുപോലത്തെ ഹൈ ലെവൽ ലെങ്തി പ്രോബ്ലംസ് ഉണ്ട്. ഈ ലെങ്തി പ്രോബ്ലംസ് അവർ ചെയ്ത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതല്ലാതെ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഓൺലൈൻകാർ ചോദിക്കും അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് കിട്ടുമോ എന്നുള്ളത്. അവർക്കും ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അത് ഉറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഓഫ്ലൈനിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ഇരുത്തി അത് നമ്മൾ വാല്യൂ ചെയ്യുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കൊണ്ടുവരും. ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വന്ന് അതാണ് അതിന്റെ ഡിസ്കഷൻസും അത് കഴിഞ്ഞ് ഉണ്ടാകും, അതിന്റെ വാല്യുവേഷൻസ് ഉണ്ടാകും. കാര്യങ്ങളെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഓർക്കുക, എന്തിനാണ് ഞാൻ ബോർഡ് എക്സാം കഴിഞ്ഞില്ല, ഇനി എന്തിനാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് തോന്നും. പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആണ് നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയെ പക്കയാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെങ്കിലും നിങ്ങൾക്ക് CD കിട്ടിയെന്നല്ല, എന്തുകൊണ്ട് അത് എത്തി, എങ്ങനെയാ ചോദ്യം മറ്റു ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് നിങ്ങൾ എഴുതുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഐഡിയ എന്ത് ചെയ്യുന്ന ക്ലാരിറ്റി. ഇതാണ് അഡ്വാൻസ് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ സ്ട്രാറ്റജി. അഡ്വാൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും എഴുതേണ്ട എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനാണ്. നമ്മുടെ ബാച്ചുകളിലൊക്കെ നമ്മൾ അഡ്വാൻസ് ബാച്ചസിലെല്ലാം ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പൊ അത് നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഐഡിയ ക്ലാരിറ്റി ആൻഡ് നിങ്ങൾ എവിടെയാ സ്റ്റക്ക് ആയെന്നൊരു ടീച്ചർക്ക് മനസ്സിലാക്കി അത് ക്ലാരിറ്റി വരുത്തി ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലല്ലേ സാർ? അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് വീക്കിലി നീറ്റ് മോഡൽ എക്സാമിനേഷൻ സാർ, അവർക്ക് ഡിസ്ക്രിപ്റ്റീവ് മാത്രം പോരാ, MCQ ആണ്. അത് വീക്കിലി കിട്ടും. എവറി വീക്കിലി നീറ്റ് മോഡൽ 720 മാർക്സിനുള്ള എക്സാം എല്ലാ വീക്കിലും നമ്മൾ 180 questions 180 minutes. യെസ്, അത് മാത്രമല്ല സാർ, എനിക്ക് തോന്നുന്നു ഈ വർഷം ഇവര് ഇങ്ങനെ വീക്കിലി നീറ്റ് മോഡലൊക്കെ എഴുതി പോയാൽ ഒരു 200+ എക്സാംസ് എങ്കിലും അവർ എഴുതും. അതാണ് നമ്മൾ ഒരു ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു 200 ഫുൾ മോഡൽസ് എഴുതണം അവര്. 200 ഫുൾ മോഡൽ? യെസ്, 200 ഫുൾ. അപ്പൊ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവില് കിട്ടും.
ആൻഡ് ആ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിനെ MCQ ആക്കി മാറ്റിക്കൊണ്ട് തന്നെ നീറ്റ് ലെവലിൽ അവർ എന്ത് ചെയ്യും 200+ എക്സാംസ് എന്ത് ചെയ്യും വീക്കിലി. നമ്മൾ ഇത്തവണയാണ് ഇത്രയും അഗ്രസീവ് ആവുന്നത്. കാര്യം അടുത്ത തവണത്തെ റിസൾട്ട് അതൊരു വാശിയേറിയ റിസൾട്ട് ആയിരിക്കും. അത് പൊളിക്കും നമ്മൾ, ഒരു സംശയം വേണ്ട. ആ ഒരു എനർജി തന്നെയാണ്. കാര്യം നെക്സ്റ്റ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടുകൾ വരുന്ന സമയമാണ്. ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന ടൈമാണ്. അതിൽ ഏറ്റവും കൂടുതൽ എഫേർട്സ് എടുക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും എടുക്കാത്ത എഫേർട്ടാണ് Xylem എടുക്കാൻ വേണ്ടി പോകുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, വീക്കിലി നീറ്റ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ആൻസർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ലെവൽ 1 ആൻഡ് ലെവൽ 2 DPP. 2 ലെവൽ DPP ആണ് ഇത്തവണയുള്ളത്. ബേസിക് ക്വസ്റ്റ്യൻസിന്റെ DPP ഉണ്ട്, JEE മെയിൻ ലെവലിന്റെ ഉണ്ട്, അഡ്വാൻസ് JEE ലെവൽ ക്വസ്റ്റ്യൻസും നീറ്റിന് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ ലെവൽ 1 ലെവൽ 2 DPP ഓൾറെഡി പ്രിന്റ് എടുത്ത് ആദ്യത്തെ ചാപ്റ്ററുകളെല്ലാം നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് തരും. ഈ ഒരു വർഷം കൊണ്ടേ നമ്മൾ ബിൽഡ് ചെയ്യുള്ളൂ. ഇത് ഒരു മാസം കൊണ്ട് ഒരിക്കലും ഉണ്ടാക്കുന്നതല്ലേ സാറേ, ഒരു വർഷം കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തു. അതായത് 8 പാഠം നമ്മൾ ഓൾറെഡി കുട്ടികളിലേക്ക് എത്തിച്ചു തുടങ്ങി. ബാക്കിയുള്ള പാഠങ്ങൾ നമ്മളിങ്ങനെ ഓരോ മാസമായി തീർത്ത് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ആയിട്ട് വരും. കാര്യം പുതിയ പാറ്റേൺ അനുസരിച്ച് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ ചേഞ്ച് ചെയ്തു, ഇനി നിങ്ങളുടെ മെന്റാലിറ്റി കൂടെ ചേഞ്ച് ചെയ്തെങ്കിൽ പോന്നാല് നമ്മൾ ഉഷാറായിട്ട് തകർക്കും മക്കളെ. നിങ്ങളുടെ ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്തവർ റിപ്പീറ്റ് ചെയ്യുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ചെയ്യണം. നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്തി അത് നിങ്ങൾ ഇത്തവണ റെഡിയാക്കാൻ വേണ്ടി അത് നിങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സംശയവുമില്ല. ഇത്രയും വന്ന ആളുകളോടൊക്കെ എനിക്കൊന്ന് പറയാനില്ല. അതിന് ഓൾറെഡി ഇവിടെ ചേരാൻ വന്ന റിപ്പീറ്റേഴ്സിനോട് ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളും ഓൾറെഡി അഡ്മിഷൻ എടുത്തവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് 100% ആയിട്ട് ഞങ്ങൾ തിരിച്ചു തരും. അതിലൊരു സംശയവും വേണ്ട. ഉറപ്പായിട്ടും. അതായത് നിങ്ങളെ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ എത്തിച്ചിട്ടേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു യാത്ര നമ്മൾ അടുത്തൊരു ആളുകളിലേക്ക് കടക്കുകയുള്ളൂ. അതിന് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ആൻഡ് ഫൈനലി സാർ, ഒരു സംശയവും വേണ്ട, NCERT ക്രാക്കർ ഒരാളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം. ഓരോ പേജും ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ, അതെ സത്യം. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സസൈസ് ക്വസ്റ്റ്യൻസ് പോലും MCQ ആക്കി മാറ്റുന്നു. എന്ത് എഫേർട്ടാണ് എടുക്കുന്നത്. അതൊക്കെ പലതിലും എക്സസൈസ് ക്വസ്റ്റ്യൻ MCQ ഉള്ളത്. അതെ അതെ. പക്ഷെ ഒരു പേജ് അതിന്റെ പുറം ആ പേജിലുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങൾ, അടുത്ത പേജ് അതിൽ കംപ്ലീറ്റ് MCQ. അതായത് അതിന് ഓരോന്നും വരാവുന്ന ആരും ഇതില്ല. ഓരോ കോൺസെപ്റ്റിനെയും നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുന്നു, ഓരോ എക്സസൈസിനെയും ക്വസ്റ്റ്യൻ ആക്കുന്നു, ഓരോ സോൾ എക്സാംസിനെയും നമ്മൾ MCQ ആക്കുന്നു. എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആക്കാണ്. അത് വീഡിയോ സൊല്യൂഷൻ ആയിട്ട് ആപ്പിലും ഉണ്ടാകും, പ്രിന്റഡ് ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മക്കളെ, ഇത് മാത്രം മതി. ഞങ്ങൾ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങളും കൂടെ നിന്നാല്, ഈ വന്നവരോടും ഇനി വരാനിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്തവണ പുതിയൊരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കിയെടുക്കും. അതിന് 100% എല്ലാ ദിവസവും 24/7 ഞങ്ങൾ റെഡിയാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാ ടീമും അല്ലേ സാർ, റെഡിയല്ലേ? റെഡിയാണ്. അതിന് നമ്മൾ 100% റെഡിയാണ്. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാം അല്ലേ സാർ? അതിനകത്ത് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്പർ കാണാപ്പാടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. 6009-100-300 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് സംശയങ്ങൾ തീർത്ത് നിങ്ങൾ 18-ാം തീയതിക്ക് മുമ്പ് തന്നെ ബാക്കിയുള്ളവർ എത്തുക. നമുക്ക് 20-ാം തീയതി അങ്ങ് തുടങ്ങാം. ഇനി ഒരു സെക്കൻഡ് തോട്ട് വെക്കാതെ, സെക്കൻഡ് തോട്ടാണ് പലർക്കും പ്രശ്നം. ഒരു കാര്യം കൂടെ ഉണ്ട്, എത്ര പേർക്ക് സ്കോളർഷിപ്പ്? അതെ, സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് നമ്മുടെ നോൺ സൈലം ആയിട്ടുള്ള ആളുകൾക്ക് പോലും നമ്മൾ 20% ഇത്തവണ എന്ത് ചെയ്യുന്നുണ്ട്, 1000 പേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ആദ്യത്തെ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് ആസ് ഏർലി ആസ് പോസിബിൾ. 1000 സ്റ്റുഡൻസിന് 20% കോഴ്സ് ഫീ നമ്മൾ റിഡക്ഷൻ തരുന്നുണ്ട്. ഈവൻ നോൺ സൈലം ആയിട്ടുള്ള ആളുകൾക്കും, നിങ്ങൾ എവിടെ റിപ്പീറ്റ് ചെയ്ത ആളുകളായാലും റിപ്പീറ്റേഴ്സിലേക്ക് വരുമ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മൾ നൽകുന്നുണ്ട്. കയറിങ്ങി പോര്, ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങളുടെ റിസൾട്ട് ഓറിയന്റഡ് ബാച്ചുകളാണ്. അതിൽ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളുമുണ്ട്, നിങ്ങളും ഉണ്ടെങ്കിൽ 2026 നീറ്റ് നമ്മൾ തകർക്കും, ഒരു സംശയവുമില്ല. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.